പറഞ്ഞിപ്പം UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ് ചില കാര്യങ്ങൾ അങ്ങ് പ്രതിഫലിപ്പിക്കാൻ പറ്റുമല്ലോ, യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാൾ മുതലാണ് ഇത്തരത്തിൽ UDFനെ അങ്ങ് അധികാരത്തിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ആണല്ലോ അതിനകത്ത് നായകത്വം വഹിക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് അവരെ ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നായകത്വം വഹിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് പറയുമ്പോൾ പലരുടെയും ചോദ്യം ഇതാണ്: മുഖ്യമന്ത്രി ആര്? ചെന്നിത്തലയോ VD സതീശനോ തരൂർ നായരോ ഇനി വേണുഗോപാലോ ആരാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കും. ഭൈമി കാമുകന്മാരെല്ലാം നിരന്നു നിൽക്കുകയാണ്. മറിച്ച് CPM ആണെങ്കിൽ ഒറ്റ ഇതേ ഉള്ളൂ: മുഖ്യമന്ത്രി കപ്പിത്താൻ തന്നെ, കാരണഭൂതൻ തന്നെ. ഈ കപ്പൽ ആടി ഉലയില്ല, ഇതിനൊരു കപ്പിത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ വീണ ജോർജ് ആണല്ലോ. ആ കപ്പലെ അടിത്തട്ട് തന്നെ തകർന്നിരിക്കുകയാണ്. വെള്ളം കയറി ഏതാണ്ട് മുങ്ങുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയൻ CPM-ൽ അധികാരത്തിൽ വരികയാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ഒരു ചോദ്യം അവിടെ പലപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിന് കൃത്യമായ ഉത്തരവും കിട്ടുന്നില്ല. എന്നാൽ കോൺഗ്രസിലാണെങ്കിൽ നിരവധി പേരുകൾ പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ യഥാർത്ഥ രീതി, അത് ശക്തമാണ് എന്ന് പറയുകയാണ് ഡോക്ടർ SS ലാൽ, കോൺഗ്രസിലെ. അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് നിന്ന് മത്സരിച്ചു. കോൺഗ്രസിനകത്ത് ഒരു ആരോഗ്യ മുഖമാണ് അദ്ദേഹം. കോൺഗ്രസിനോട് ശക്തമായ അനുഭാവം പുലർത്തുന്ന ഒരു കുടുംബ സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ SS ലാൽ. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, മിതഭാഷിയാണ്. വലിയ ഉദ്യോഗത്തിൽ നിന്നും കുറച്ചു നാൾ മുമ്പാണ് വിരമിച്ചത്. അദ്ദേഹം ചോദിക്കുന്നു, ലാലെ ഇത്തവണ UDF തിരികെ വരുമെന്ന് ഉറപ്പാണ്, നല്ല വിജയമായിരിക്കും. പക്ഷേ ഈ പക്ഷേ എന്നുള്ളത് എന്താണെന്ന് എല്ലാവർക്കും അതിൽ നിന്ന് വായിച്ചെടുക്കാം. അപ്പോൾ ലാല് ചോദിക്കുകയുണ്ടായി, എന്ത് പക്ഷേ? അദ്ദേഹം പറയുകയാണ്, ഭൂരിപക്ഷം കിട്ടിയാലും പ്രശ്നമല്ലേ? എന്ത് പ്രശ്നം? മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള 5-6 പേരല്ലേ? ശരിയാണ്, കോൺഗ്രസിലെ ധാരാളം പേരുണ്ട് മുൻനിരയിൽ തന്നെ. അവർ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്. ഈ ചിലയിടത്ത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിൽ ആരാണോ ഇടിച്ചിടിച്ച് മുൻപേ എത്തുന്നത് അവരായിരിക്കും പലപ്പോഴും കസേരയിൽ കയറിയിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള 5-6 പേരില്ലേ? അപ്പോൾ SS ലാലിന്റെ മറുപടി, അത് നല്ല കാര്യമാണ്. നമുക്ക് ഒരാൾ അല്ല ഇവിടെ ഉള്ളത്, 5-6 പേര് തന്നെ. അദ്ദേഹം ഒരാൾക്കല്ലേ മുഖ്യമന്ത്രിയാകാൻ കഴിയൂ, കുറെ സീനിയർ നേതാക്കളില്ലേ? ഇപ്പൊ കർണാടകയിലെ പോലൊക്കെ വീതം വെച്ച് പോണം, 2.5 വർഷം കഴിഞ്ഞാലും അധികാരത്തിൽ കയറിയിരിക്കുന്ന ആൾ മാറത്തില്ല. അപ്പൊ നമുക്കറിയാം, 2021 പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഗതാഗത മന്ത്രിയായിട്ട് വന്നത് ആന്റണി രാജുവാണ്, 2.5 വർഷക്കാലം. ഈ ചെറിയ ചെറിയ പാർട്ടികളാണല്ലോ ഇതൊക്കെ, ജനാധിപത്യ കേരള കോൺഗ്രസ്. അത് കഴിഞ്ഞപ്പോൾ ഗണേശൻ വന്നു. ഈ ആന്റണി രാജു നോക്കിയതാണ് ആവുന്നത്ര ഗണേശനെ ചവിട്ടി താഴ്ത്തിയിട്ട് തുടരാനായിട്ട്. ആലോചിച്ച് നോക്ക്, അധികാരത്തിന്റെ ആ ഒരു കസേരയിൽ കയറിയിരുന്നാൽ ഒഴിയാറില്ല. നമ്മൾ കർണാടകയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ കേരളത്തിൽ പിന്നെ അങ്ങനെ മുഖ്യമന്ത്രി പദം 2.5 വർഷം എന്നുള്ള രീതിയിലില്ല. കോൺഗ്രസിൽ പിന്നെ ഈ യോഗ്യതയുള്ളവരുടെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഓരോ മാസം ഓരോ മുഖ്യമന്ത്രിമാരെ വെച്ച് എടുക്കാനുള്ളത്രയും നിരനിരയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ SS ലാലിന്റെ മറുപടി
ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും തുടരുകയാണ്. അത് കോൺഗ്രസിന്റെ നേട്ടമല്ലേ എന്നാണ് ലാൽ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള 5-6 നേതാക്കളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞ പാർട്ടിയല്ലേ നല്ല പാർട്ടി? അത് പാർട്ടിയുടെ മാഹാത്മ്യമല്ലേ? മറുതലയ്ക്കിൽ നിന്ന് അദ്ദേഹം അല്പം ആലോചിച്ച ശേഷം പറഞ്ഞു, അത് ശരിയാണല്ലോ, പക്ഷെ CPM ഒരു സ്ഥാനാർത്ഥിയല്ലേ ഉള്ളൂ. അപ്പോൾ ലാലിന്റെ മറുപടി, ഞാൻ CPM ആ ലെവലിലേക്ക് വളരാൻ ആരെയും അനുവദിക്കാത്തതല്ലേ? എല്ലാരെയും പിണറായി നേരത്തെ വെട്ടിനിരത്തിയതല്ലേ? അത് ശരിയാണ്. കോൺഗ്രസിനകത്തെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ തന്നെ അധ്വാനിച്ചാൽ വളർന്നു കയറി വരാം. പിന്നെ കുറച്ച് പെട്ടിയെടുപ്പുകാരും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. CPM-നകത്ത് ആ പെട്ടിയെടുപ്പൊന്നും നടക്കത്തില്ല. ഒരാൾ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ മുഴുവൻ വെട്ടിനിരത്തിപ്പോവും. നമ്മൾ കണ്ടതാണ് 2021 EP ജയരാജനെയും തോമസ് ഐസക്കിനെയും G സുധാകരനെയും ഒക്കെ തന്നെ വെട്ടിനിരത്തിയത്. KK ശൈലജയെയും. KK ശൈലജ മത്സരിച്ചുവെങ്കിലും വെട്ടിനിരത്തിയതിന് തുല്യമാണ്. ഈ 2026 ആ വെട്ടിനിരത്തൽ തുടരും. അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ ലക്ഷ്യം മറ്റൊന്നാണല്ലേ. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന ആളല്ലേ. എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി ആരെന്ന തർക്കത്തിൽ ഉടക്കി UDF-ന് മുഖ്യമന്ത്രി ഉണ്ടാകാതെ വന്നിട്ടുണ്ടോ, മന്ത്രിസഭ ഉണ്ടാകാതെ വന്നിട്ടുണ്ടോ എന്ന് ഡോക്ടർ SS ലാൽ ചോദിച്ചു. അദ്ദേഹം ശരിയാണ്, പക്ഷെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തർക്കമുണ്ടാകും എന്നാണല്ലോ സംസാരം. ആരുടെ സംസാരം? ഈ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും തർക്കിച്ചോ? അതാണ് CPM-ന്റെ തന്ത്രം. ഇത്തരത്തില് കോൺഗ്രസിനകത്തെ കലഹത്തെക്കുറിച്ച് ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നത് എപ്പോഴും CPM-ആണ്. അവരാണ് ഇത് നമ്മുടെ മനസ്സിലേക്ക് ഇടുന്നത്. അത് നമ്മളെന്തിനാ വിശ്വസിക്കുന്നത്, പറഞ്ഞു നടക്കുന്നത്? പിണറായിയെ പേടിച്ച് LDF-ൽ ആർക്കും മന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. പാവങ്ങൾക്കാകെ ചെയ്യാൻ കഴിയുന്നത് പിണറായിയുടെ സ്തുതിഗാനങ്ങൾ പാടുക മാത്രമാണ്. എത്രയോ സ്തുതിഗാനങ്ങൾ നമ്മൾ 2021 മുതൽ ഇങ്ങോട്ട് കേൾക്കുകയാണ്. കാരണഭൂതൻ, ഈയിടെ ടീച്ചറും പിണറായിയെ സോപ്പിടുന്നത് കണ്ടു. അതാണ് അവരുടെ അവസ്ഥ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് CPM തന്ത്രത്തിൽ നമ്മൾ വീഴരുത്. നമ്മുടെ നേതാക്കൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ലല്ലോ. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള 5-6 പേരെ നമ്മുടെ ജനങ്ങളല്ലേ ഇവിടെ വളർത്തിയത്. പാർട്ടിയുടെയും നാടിൻ്റെയും ഗുണമായല്ലേ നമ്മളതിനെ കാണേണ്ടത്, അതിനെപ്പറ്റി പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇതുവരെ ഇങ്ങനെ ആലോചിച്ചിട്ടില്ല. ലാല് പറയുന്നത് പോലെ ഇതൊരു നല്ല കാര്യമാണല്ലോ. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയും പരിചയവുമുള്ള 5-6 നേതാക്കൾ നമ്മുടെ പാർട്ടിയിലുള്ളത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് പിന്നീട് ഈ ഹൈക്കമാൻഡ് അങ്ങ് തീർച്ചപ്പെടുത്തിക്കോളും. അപ്പൊ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നിരവധി പേരിങ്ങനെ അധികാരത്തിന് വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു മുൻവിധിയുണ്ട്. അവർ തമ്മിൽ കലഹിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു. അതിനെ മുതലെടുക്കാൻ വേണ്ടിയാണ് മറ്റ് കക്ഷികൾ നിൽക്കുന്നത് എന്നാണ് ഡോക്ടർ SS ലാലിൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് തന്നെ. ഡോക്ടർ SS ലാൽ എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുമുണ്ട്. 21 അദ്ദേഹം കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചതാണ്. അതിശക്തമായ ത്രികോണ മത്സരം നടന്ന ഇടമായിരുന്നു കഴക്കൂട്ടം. അന്ന് അവിടെ കടകംപള്ളി വിജയിച്ചു. 2ാം സ്ഥാനത്ത് BJP എത്തി. BJP നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ്. അവിടെ കോൺഗ്രസ് എത്ര അങ്ങോട്ട് പച്ച പിടിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.